ഇന്ന് ഡൽഹിയിൽ നടന്നൊരു ചർച്ചയെക്കുറിച്ചാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് സോണിയാഗാന്ധിയുടെ ബസ്സിൽ രാഹുൽ ഗാന്ധിയും ഡോക്ടർ ശശി തരൂരും ഇവർ മൂന്നുപേരും ചർച്ച നടത്തി. ചർച്ച നടക്കുന്ന സമയം KC വേണുഗോപാൽ വീടിന് പുറത്തു നിൽക്കുന്നത് ദൃശ്യങ്ങൾ കാണാമായിരുന്നു. അതുകൊണ്ട് KC വേണുഗോപാൽ ഈ ചർച്ചയിൽ പങ്കെടുത്തില്ല എന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും ലേഖന വിവാദത്തിന് പിന്നാലെയാണ് ഡോക്ടർ തരൂർ MPയെ അനുനയിപ്പിക്കാൻ വേണ്ടി ഹൈക്കമാൻഡ് മീറ്റിംഗ് നടത്തിയതും ഇടപെട്ടതും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 6-7 മാസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധിയെ കാണാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു കൊടുത്ത കത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ മീറ്റിംഗ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖാർഗെയുമായും ശശി തരൂർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും പിന്നീട് ചർച്ചയിൽ പങ്കെടുത്തു. കോൺഗ്രസിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നാണ് KC വേണുഗോപാൽ പ്രതികരിച്ചത്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. അത് രാഹുൽ ഗാന്ധി കണ്ടതാണ്. അല്ല, എന്താണ് ചർച്ച നടന്നതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം കോൺഗ്രസിൻ്റെ നിലപാടിനൊപ്പമായിരിക്കും അദ്ദേഹമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെയും UDFിൻ്റെയും നിലപാടിനൊപ്പമായിരിക്കും അദ്ദേഹം എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. ഡൽഹിയിൽ നിന്ന് വിനിത VG ചേരുന്നു. വിനിത, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SK സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകിട്ട് 5:20 കൂടിയായിരുന്നു ആ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത്. ജൻപത് പത്തിലെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ശശി തരൂർ എത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ആ കൂടിക്കാഴ്ച എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ KC വേണുഗോപാലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ ചർച്ചകളിലോ മറ്റൊന്നും തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. സോണിയാഗാന്ധിയുടെ വസതിയിൽ അദ്ദേഹം എത്തുകയും പിന്നീട് ഈ തരൂരിനെ നേരിൽ കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. ഈ ലേഖന വിവാദങ്ങൾക്കിടെയാണ് ഹൈക്കമാൻഡുമായി ശശി തരൂർ കൂടിക്കാഴ്ച നടത്തിയത്. അദ്ദേഹത്തിന് പറയാനുള്ളത് രാഹുൽ ഗാന്ധി കേട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നിലവിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നൊരു നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ ലേഖന വിവാദത്തിന് പിന്നാലെ തന്നെ സംസ്ഥാന നേതൃത്വം കടുത്ത അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ശശി തരൂർ കൂടിക്കാഴ്ച നടത്തിയത്. ഏതാണ്ട് ഒരു 20 മിനിറ്റോളം ആ കൂടിക്കാഴ്ച നീണ്ടു നിന്നു. പക്ഷേ ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ കാണുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ശശി തരൂർ തയ്യാറായില്ല. അവിടെയും അദ്ദേഹം മൗനം പാലിക്കുകയാണ് ഉണ്ടായത്. പിന്നാലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും ശശി തരൂർ കൂടിക്കാഴ്ച നടത്തി. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. ഏതാണ്ട് മിനിറ്റുകൾ മാത്രമായിരുന്നു ആ സൗഹൃദ സന്ദർശനം എന്നാണ് നമുക്കത് പറയാൻ കഴിയുക. മറ്റ് വിഷയങ്ങളൊന്നും തന്നെ ആ കൂടിക്കാഴ്ചയിൽ ചർച്ചയായില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നാലെ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഖർഗെയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് നിലവിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോകുക എന്നൊരു നിർദ്ദേശം തന്നെയാണ് ഹൈക്കമാൻഡ് നൽകിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ കോൺഗ്രസിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നും കൂളായി പാർട്ടി മുന്നോട്ട് പോവുകയാണെന്നുമാണ് ഈ ചർച്ചകൾക്ക് പിന്നാലെ KC വേണുഗോപാൽ MP പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ശശി തരൂരിന്റെ നിലപാട് എല്ലായ്പ്പോഴും കോൺഗ്രസിനൊപ്പം നിൽക്കുന്നത് തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു വിനിത VG. വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഡോക്ടർ തരൂരുമായിട്ടുള്ള ചർച്ച നടന്നത്. പറയാനുള്ള പ്രശ്നങ്ങളെല്ലാം വളരെ സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിൽ തന്നെ പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷേ കേരളത്തിൽ ഇനി ഈ വിവാദത്തിന് അടിസ്ഥാനമില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.